സുലു ഇല്ല, നസ്നല്ല, ശിവലു ഡോക്ടർ വരുന്നേ ഉള്ളൂ, ഹനി ഡോക്ടർ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടീസ് കാണാം കേട്ടോ. കുറച്ച് പരിപാടികൾ തന്നെ ഉള്ളൂ. ഇന്നലെ ഫുള്ള് തിരക്കുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളുണ്ടാവും. നമുക്ക് നോക്കാം കേട്ടോ. ബൈ. അങ്ങനെ ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. സൺഡേത്തെ ആദ്യം ഞാൻ ചെന്ന് ക്ലിനിക്കിൽ പോയി എടുത്തത് ചൂലാണ്. എന്നെ ചൂലമ്മേന്ന് വിളിക്കുക. എപ്പോഴും എന്നെ ചൂലമ്മ വിളിക്കുക കേട്ടോ. അപ്പോൾ അതുകൂടെ കടിച്ചോരി ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, വേഗം മോപ്പ് എടുത്തിട്ട് നല്ല ഷൂ എന്ന് പറഞ്ഞ് തുടച്ചു. വേഗം കഴിയണ്ടേ. ആദ്യം ഫ്രണ്ടിൽ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ തുടച്ചിട്ട് റെഡിയാക്കി കേട്ടോ. എന്നിട്ട് പിന്നെ വേറെ മോപ്പുണ്ട്, അത് ഉള്ളിൽ തുടയ്ക്കുന്നതാണ്. അത് എടുത്തിട്ട് വന്നിട്ട് ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് തുടച്ച് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് തുടച്ച് പോരും. ഫ്രണ്ടിലേക്ക് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് അധികം വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാം. വേഗം എന്നിട്ട് അത് കൂടെയൊക്കെ തുടച്ചിട്ടു. പിന്നെ ചെയറൊക്കെ പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നേരാക്കി ഇടണം എന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചു. പിന്നെ അതിലൊക്കെ വെള്ളം സ്വിച്ച് കൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കുന്നത് അതൊക്കെ ചെയ്ത് വെച്ചു. അത് കൂടെയൊക്കെ തുടച്ച് വെച്ചു. ഓൾറെഡി ഞാൻ മുന്നേ അതൊന്നും കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ തന്നെ അവിടെ ഡോക്ടറുടെ ക്യാബിനും അവിടുത്തെ ടേബിളും ഈ ചെയേഴ്സും പേഷ്യൻ്റ് ചെയറൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ ഓൾറെഡി തുടച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കാത്ത കേട്ടോ. പിന്നെ എയർ ഓർഡർ സ്പ്രേ ചെയ്യും, അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഡെയിലി ഞാൻ ചെയ്യാറുള്ളതാണ്. അപ്പോൾ തലേദിവസം ഞാൻ വരാത്തതുകൊണ്ട് അന്ന് ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ ആൾക്കാർ വരുന്നത് അല്ലേ വെച്ചിട്ട് ഞാൻ വേഗം ലൈറ്റ്സൊക്കെ ഇട്ട് ചെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റെറിലൈസേഷൻ റൂമിൽ വരിക. എന്നിട്ട് അവിടേക്ക് ഒന്ന് അടുക്കി റെഡിയാക്കിയിട്ട് വേഗം തുടച്ചിട്ട് വേഗം അത് കഴുകി എടുത്ത് വെക്കാൻ വെച്ചിട്ടേ ഒക്കെ കഴുകിയിട്ട് പുറത്ത് കൊണ്ട് ആക്കി വെക്കണം. പിന്നെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അഴുക്കുണ്ടായിരുന്നു, പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ട് സ്റ്റെറിലൈസേഷൻ റൂമിലും അവിടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഭാഗങ്ങളുണ്ട്, അവിടെയും തുടച്ചിട്ടു. ഒക്കെ എന്നിട്ട് കഴുകിയിട്ട് തുണികളൊക്കെ ഉണ്ടായിരുന്നത് കുഞ്ഞു ടവൽസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ട് റെഡിയാക്കി ഇട്ടു. അതേക്കല്ല തിരിച്ചിട്ടു. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓൾറെഡി ഞാൻ സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട്. വിസിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അത് എടുത്തിങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, നമ്മൾ തൊട്ടാൽ നല്ല കൊള്ളും. ഒറ്റ വിസിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ പൗച്ചിൽ ആണ് ഞങ്ങൾ സാധാരണ പ്രോബും മിററൊക്കെ ഇതാക്കി വെക്കുക. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ ആക്കി വെച്ചിട്ട് വേഗം അത് ആക്കി വെച്ചു. അതൊക്കെ തുടച്ചിട്ട് ടൂൾസൊക്കെ സെറ്റ് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ചു. ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചു. പിന്നെ അതുകൂടെ ഒന്നുകൂടി ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്തത്. എക്സ്ട്രാക്ഷൻ്റെ സെറ്റിലേക്ക് വയ്ക്കുന്ന സാധനങ്ങളും പിന്നെ പ്രോബും മിററും അങ്ങനെ സെറ്റ് ട്രേസ് എല്ലാം അതൊക്കെ ഒതുക്കി വെച്ചു. ഒക്കെ ഓരോന്നിലേക്ക് ഭാഗത്തേക്ക് എന്തൊക്കെ വേണ്ടി ചമക്കെടുത്ത് അങ്ങനെ ഇറക്കി വെച്ചു. നോർമലി കുറേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വരാറുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ. എൻ്റെ സുലുവും നസ്നയൊക്കെ ഉള്ളപ്പോൾ എനിക്കിത് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അവരെന്നെ മിക്കതും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഒതുക്കി റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇന്നത്തേതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ കഴിഞ്ഞു. ഇനി പേഷ്യൻസ് വന്നാൽ പേഷ്യൻസ് നോക്കാം. ഞാനും ഹനി ഡോക്ടറുണ്ട്, ശിവ ഡോക്ടർ വരുന്നുണ്ടാവാം. അപ്പം ഒരു പേഷ്യൻ്റ് വന്നു. ആ തിരക്കും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ പണികളും പോയി. സ്റ്റെറിലൈസ് ചെയ്യലും തുടയ്ക്കലും മടിക്കലും അടിച്ചിട്ടു തുടച്ചിട്ടു. പിന്നെ എല്ലാവർക്കും ക്യാബിനും കാര്യങ്ങളൊക്കെ തുടച്ചു ഫ്രഷായിരുന്നു. അപ്പോൾ ഞാൻ പേഷ്യൻ്റ് വന്നു. അപ്പോൾ അതാണ് ഇരിക്കാൻ പറ്റുന്നത്. നല്ലൊരു വീഡിയോയിൽ കാണാം.